ചോർച്ച നിന്റെ അമ്മയപ്പന് വായിക്കാനൊക്കെ അറിയാട്ടാ. റീഡിംഗ് ന്യൂസ് പേപ്പർ. ബുഡപ്പാടം നോക്കണെങ്കിലോ സൈമനാ എന്തരാ ഇവന്റെ അപ്പൻ ഇന്നലെ സൈഡായേ. ഇന്നലെ വന്നിണ്ടായിരുന്നു ഉഗ്ര റീത്തൊക്കെ ആയിട്ട്. എവിടെന്നാ റീത്ത് മേടിച്ചേ? കടയിന്ന്. ഇവനെന്ത് അല്ല ഇവന്റെ അപ്പന്റെ ഏഴിന് വിളിക്കാൻ വേണ്ടിട്ട് വന്നാണ്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അല്ല രാവിലെ ആകുമ്പോ എല്ലാരും ഒരുമിച്ച് കാണാലെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ തുടങ്ങല്ലേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മാനി സുഹൃത്തെ, എന്റെ അപ്പൻ ചോരട്ടാ. എന്റെ അപ്പനല്ലേ ഇവന്റെ അപ്പനാ. എന്റെ ജയിസാട്ടാ. എന്റെ അപ്പനൊന്നും വരുത്തേക്കല്ലേട്ടാ. എവിടെ വായിച്ചെടുത്തത്? ആ ഫ്ലോ അങ്ങോട്ട് പോയല്ലോ. ഒന്നുകൂടി തുടങ്ങിയല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതം തൊട്ടാ മാന്യ സുഹൃത്തെ, എന്റെ അപ്പന്റെ അനുബന്ധിച്ച് നവംബർ 5-ാം തീയതി ശനിയാഴ്ച രാവിലെ പറ്റുന്നുണ്ടെങ്കിൽ 10:30 സാധനം അവിടെ പോയാവോ? വീട്ടിലിങ്ങനെ കുത്തിരുന്ന് പത്രം വായിച്ചതിന് ശരിയാണ്. പള്ളിയിലൊക്കെ കിടക്ക്. നിന്റെ പേരെന്തുട്ടാ? പി അബൂതാറ് പള്ളൊന്നും വിളിക്കും. നീ മുസ്ലിം അല്ലേ? നിന്റെ പള്ളിക്ക് എന്തുട്ടാ ഞാൻ വരണേ? ഇതെന്തൊരു സൗഹൃദമല്ലാതെ. എടവാ അവൻ നീ എന്തെങ്കിലും ചോദിക്കേ. നീ ഏതട വെയിലത്തെയാ? അങ്ങനെയൊന്നുമില്ലേ. നിന്റെ വീട് ഏതടാ? ഞങ്ങള് വീട് മാറി. എന്താ ഹൈ എന്തുട്ടി ഇരിപ്പയിരിക്കണേ? നമുക്ക് ഇതുപോലെ ഒരു കാർഡടിച്ച് നാട്ടുകാർക്ക് സദ്യ കൊടുക്കണ്ടേ? എന്തിന്റെ സദ്യ? മരിച്ചിട്ട് ഏഴിന്റെ. സൈമ ആരിന്റെ അകത്തേക്ക് പോയി തണ്ടി? അത് ഇവന്റെ ഫ്രണ്ടാ. അപ്പൊ ഇവനാരാ? ഞാനിവന്റെ ഫ്രണ്ടാ. അപ്പൊ നീ ആരാ? അവൻ എന്റെ ഫ്രണ്ടാ. പക്ഷെ അവന്റെ ഫ്രണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടാ. എനിക്കറിയാടാ. അവന്റെ എന്റെ ഫ്രണ്ടാ. ഇക്കടാവ് എവിടെ പോയി കിടക്കണേ? കർത്താവ് കൂടെ നിന്നോളൂട്ടാ. ദേ നിക്കണ മോതല്. ആരെങ്കിലൊക്കെ ആവാൻ ആഗ്രഹിക്കണ ആളാ. കലക്കണ്ടിട്ടാ. നീ നിന്റെ കൂട്ടുകാരെയും കുട്ടി നിന്റെ അപ്പന്റെ ഏണ് ക്ഷണിക്കാൻ വന്നാണോ അതോ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കാൻ വന്നതാ? വാട്ടെങ്കിൽ ഒരാത്മാവ് മരിക്കുമ്പോ മറ്റൊരാത്മാവിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? വന്നല്ലോ ഇവിടെ. അപ്പൊ വന്നോളൂട്ടാ അങ്ങട്. എവിടേക്ക്? ഫുഡ് അടിക്കാൻ. രമേശ് അവരിറങ്ങി കണ്ടോടാ. അത് മതി. എന്തിട്ടാ എല്ലാരും കൂടി? അത് ഞാനല്ല ചോദിക്കണ്ടേ. നാണുണ്ടാ സ്വന്തം അപ്പൻ ചത്തന്റെ അടുത്ത ദിവസം തന്നെ അയാളുടെ പേരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ? ഇതല്ല എന്റെ അപ്പന്റെ. അതേടാ നിന്റെ അപ്പൻ അയാളുടെ ഗ്രൂപ്പുകാരെല്ലാം കൂടി ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് നട്ടെന്ന് വെച്ച് അയാളുടെ ശവത്തിൽ പിടിച്ചു തൂങ്ങി നീ അങ്ങ് കയറി പോവാന്ന് വിചാരിക്കില്ലേ? അതൊന്നും നടക്കില്ല സൈമ. നിന്റെ അപ്പൻ തണ്ടില്ല. ചത്തുപോയവരെ പറ്റി ചടച്ച ഡയലോഗ് പറഞ്ഞടാ ഈ ചെടാവേ. ആരെങ്കിലൊക്കെ വണ്ടി എടുക്കടാ. നീ എന്തുടനടാ അവന്റെ ചെകളി പൊളിച്ചേ? നമ്മള് ഫ്രണ്ട്സോട് തമ്മില് പലതും പറയും. അതിനിടയില് പുറത്തുനിന്ന് ഒരുത്തൻ ചൊറിയാൻ വന്നാ ഈ ജോർജ് പടക്കും. നീ കുടിച്ച മൊത്തം മുള്ളി തീർക്കണ. എടാ ജോർജ്, നീ പാർട്ടിക്കാരന്റെ ഗ്രൗണ്ടിന്റെ റെന്റ് വാങ്ങിച്ചാ? അതൊക്കെ വാവ സൈസാക്കി ഉണ്ടാവും ഇല്ലടാ. ഞാൻ അവിടെ മുള്ളി കൊണ്ടിരുന്നപ്പോഴൊരു ഒരു കാര്യം ഓർത്ത്. നാളെ രാവിലെ എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. നിനക്കാ? നീ എന്താ മുള്ളി കൊണ്ടിരുന്ന പോർത്തേ? ഓർത്തു. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നാ കഴിച്ചു നോക്ക്. ഇങ്ങനെ കാണിച്ചേ. ആണോ? അയ്യേ നാളെ വിറ്റാ മതിയേനു. ആ 3 ദിവസം പഴക്കുണ്ട്. ഞാൻ പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് എന്നാ ഒരു പുണ്യാവല്ലോ. 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ. തലയിൽ മുടി മാത്രമേ ഉള്ളൂ, മനസ്സിലാവില്ല. ടേസ്റ്റ് അത് പറ്റില്ല. കഴിച്ചടാ പറ്റില്ല. ജോസഫിന് വിശന്നിട്ട് വയ്യടാ. വയറ് കണ്ടാ നീ? വയറ് വല്ലാണ്ട് വീർത്തിരിപ്പുണ്ടല്ലോ. പോയണ എന്തുട്ടാ പറയണേ? അതെ ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചാരാട്ടാ. നമ്മുടെ ജോസഫേട്ടന് പുറത്ത് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ ഒരു ചെറുതുണ്ട്, അടിച്ചിട്ട് നല്ല കൊച്ചു കുട്ടികളെ പോലെ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ.
ഞാൻ കൂടെ വരണ. ആ ചെല്ലടാ ചെന്ന് ഒരു താലോലം പാട്ട് പാടി കൂടെ കിടച്ച് ഉറക്ക്. എനിക്ക് മനസ്സിലാവുള്ള എന്തുകൊണ്ട് ഈ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന്. എടാ സെന്റിമെന്റ്സ് അല്ലടാ. പിന്നെ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ടീച്ചറുടെ സീൻ അടിച്ചതിന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് നമ്മൾ ഈ പറമ്പിൽ വന്ന് കേറിയപ്പോ ഈ ജോസഫ് ഏട്ടൻ കേറി വാട മക്കളെ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചില്ലേ? മക്കത് മറക്കാൻ പറ്റോടാ? സെന്റി ആക്കില്ല. അത് വിട്. എടാ നിന്റെ ഗേൾക്കും ഇനി നാളെ എപ്പോഴാ പോണ്ടേ? ആ നാളെ കാലത്ത് 10 മണിയാകുമ്പോ അപ്പച്ചന്റെ ജീപ്പ് ഇറക്കേണ്ടി വരില്ല അപ്പൊ. പൊളിക്കണ്ട നമുക്ക്. ആ ഹൈ ഇതൊന്നും നടക്കട്ടാ, എന്നിട്ട് പൊളിച്ചാ പോരെ. ഇനി മണവാള ഫ്രണ്ടിലേക്ക് ഇരുന്നോട്ടാ. എടാ ജോസേ, കോൺസെൻട്രേഷൻ വിടരുത്. നിന്നെ വെറും അച്ഛനല്ല ബിഷപ്പാക്കാൻ വേണ്ടിട്ട് നമ്മുടെ അപ്പനി പെടപ്പാട് പറഞ്ഞു മുഴുവൻ. നിനക്ക് അച്ഛനാവാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. ഇവിടെ നല്ല ചുള്ളത്തിക്കട ആങ്ങള് കാണും. നിനക്ക് നല്ല സെൽഫ് കൺട്രോളാ വേണം. നീ എന്തുട്ട് അങ്ങോട്ട് നോക്കണേ? ആത്മനിയന്ത്രണം. എന്നാ തെറിച്ചോ. എന്റെ ജയിച്ചേട്ടാ, ഇത് കയ്യിന്ന് പോണ കേസാണോ? ആർക്കറിയാം. ജോസേ ഇന്നെങ്കിലും കളിക്കണ്ടേ നീ? എന്തൊട്ട് പേടിത്തുറിയടാ നീ? വാടാ പോടാ കളിക്കടാ. എന്താടാ? ഒന്നുമില്ല. ജോസേട്ടൻ തെറിച്ചോ? അവന് പറഞ്ഞ ഞാനാ കളിച്ചാലാ? അതിപ്പോ ഹൈ ഞാൻ കളിക്കാന്ന്. ജോർജ് അവിടെ പെണ്ണ് വെയിറ്റിംഗ് ആട്ടാ. നിന്റെ ലൈഫ് വെച്ച് കളിക്കല്ലേട്ടാ. ജോർജ് വെറും കളി കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ ബെറ്റ് വെച്ചുള്ള കളി. നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുള്ളൂ. ജോർജ് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെണ്ണാ ജോർജ്. അത് ഹൈ അങ്ങോട്ട് പോകാനുള്ള ഡീസ് അടിക്കാനുള്ള കാശ് വേണ്ട. ഒരു 2000 ഗാന്ധി പടക്കട്ടെ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ ജോർജിനോട് കളിക്കടാ. ചെക്കനെ പേടിപ്പിക്കണ്ടാ. ഹായ്, ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണേ അല്ലേ? നീ തല വഴിയാണ് ജട്ടീറിനെ. ജെട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി ഇപ്പളെ അറിയാണ്ട് എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? Stupid, don't lose my foolish confidence. I will show your naked face to the pen people. Okay? കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത സായിപ്പന്മാരെ അറിഞ്ഞിരിക്കുക ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്. കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ ഈ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു നോക്കില്ലടാ. ഇതിലാരണവ പെണ്ണിന്റെ പെൺ? ഇതാണ് 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 നമ്മുടെ പയ്യൻ. നമോവാകം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായയിലും പലഹാരത്തിലും ഒന്നും വിടുന്നേ. അങ്ങളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവൂ? ഹൈ കടായിട്ട് വേണ്ടെന്ന്. അവന് കൊടുക്കണ സ്ത്രീധനത്തിന്ന് മൈനസ് ചെയ്താ മതിന്ന്. ഹൈ എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ? നമ്മളൊരു ഫാമിലി ആവാൻ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ, പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ? നീ ബെറ്റാശി പിടിച്ചേ. ജോർജ് ഇന്നവരെ ഒരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടെന്ന്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. ദാ കാശ് തരേം ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ? നീ എന്നിട്ട് നോക്കണേ തീർച്ചയായും. ഹൈ അപ്പളേക്ക് പെണ്ണാണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങള് കണ്ടില്ല. നീ ആ ചുള്ളമാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ? എണീക്കടാ നാണുണ്ടാ നിനക്കൊക്കെ? പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അഡ്വാൻസ് മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. കിട്ടിയ ഞങ്ങൾ ഇറങ്ങിപ്പോടാ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്തൊട്ട് പോക്ക പോണ സിസ്റ്റർ? അയ്യോ സോറി ഇല്ല പറ. ജോർജ് എന്തുട്ടായി കാണിക്കണേ അച്ഛൻ വേഷമൊക്കെ ഇട്ട്? ഹൈ ആർക്കും ഡൗട്ട് തോന്നാണ്ട് ഈ സെമിനാറിൽ പിന്നെ തന്നെ എങ്ങനെ കാണാനാണ്? ഒരാഴ്ച താൻ എന്റെ പുറത്തേക്ക് വന്നിട്ട് നമ്മള് വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഭയങ്കര ടോർച്ചറിങ് ആണെന്ന്. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഞാനോ? നിങ്ങൾ തന്നെ? അതെ, ഞാൻ റെവറൻഡ് ഫാദർ ജോർജ് മത്തായി പറമ്പിൽ. ഏത് പള്ളിയിലാ? നിങ്ങളുടെ നാട്ടിലെ ഫാദർ. അപ്പൊ ഈ കൊച്ചിനൊരു വഴികാട്ടിയായല്ലോ. ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാൻ വേറെ ആളെ നോക്കണ്ടല്ലോ. പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ ഈ കുട്ടിക്ക് ഓരോ ടൈമിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ വരട്ടെ? വേണ്ടെന്നേ, ഞങ്ങൾ ഒരുമിച്ച് പൊക്കോളാം. അതല്ല, ഞാൻ പോട്ടെ. അച്ചസ്കൂട്ടായിക്കോ. ഏതവരാടാ ഇവരെ കച്ചറാക്കിയത്? ദേ ആ 3 കാര്യങ്ങളില് രണ്ടാമത്തെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടാ. എന്ത് കാര്യം?
മറ്റേ മോഹം, ഇംഗിതം, താല്പര്യം, ഇഷ്ടം എന്നോടേ. പിന്നെ ഹൈ, അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ മുമ്പിൽ എന്തിനാ എന്നെ സേവ് ചെയ്തേ? ദന്നെന്ന് ഞാൻ തൻ്റെ ഉള്ളിൽ കേറിന്ന്. ഹൈ, കേറിന്ന്. അവന്റെ ഫാൻസി ഡ്രസ്സുകൾ കഴിഞ്ഞില്ലേ? നീ എന്തുകൊണ്ടാ അച്ഛന്മാരെ ത്രികോണം വരച്ച് കാണിക്കണേ? ത്രികോണായത് ഹായ്, ഇവനിനി ഒറിജിനൽ അച്ഛന്മാരൊക്കെ കൂടി വല്ല കപ്പ് മേടിച്ച് കൊടുത്തിട്ടുണ്ടാവോ? അതുണ്ടാ എന്ത് ബസ്സും ടീംസുകളാട്ടോ മറ്റേ പുല്ലില്ലേ, പച്ച, ഇടുക്കി, പുക, കഞ്ചാവ്. ഇവന്മാരെത്ര അടുത്തിടിക്ക് ഇവന്മാരോടും ചോദിച്ചിട്ട് എന്റെ കാര്യം. എന്റെ കാശുണ്ടാ? ദുഡിന് കാശില്ലാണ്ട് വെച്ചാൽ അവര് തരില്ലാന്ന്. നീ എപ്പോ തുടങ്ങിയത്? ജോർജ് അറിഞ്ഞ പ്രശ്നട്ടാ. വേണ്ട, നീ സ്കൂളിലെ പിള്ളേർക്ക് സ്റ്റഫ് ഒക്കെ നടക്ക. ഞാൻ കോൺസ്റ്റബിൾ ദാസന്റെ മോനല്ലടാ. ആണോ? എന്നാ പിന്നെ സ്മോൾ അടിക്കടാ, ബൈക്കിന് മുമ്പ് ഊതിക്കാൻ ആരുണ്ടാവില്ലല്ലോ. യോ ബ്രോ, why just drink and drive? Huh? If you can smoke and fly. നിന്റെ വീട്ടിലൊന്നും ഉച്ചക്ക് ചാളക്കറിയില്ലായിരുന്നോ? മലയാളത്തിൽ പറടാ. എടാ കൊച്ചി, നീ കൊച്ചിക്കാർക്ക് മുഴുവൻ മോശപ്പേരുണ്ടാക്കിയിട്ട് ഇനി നമ്മുടെ തൃശ്ശൂർ കൂടി മോശാക്കാൻ വേണ്ടി വന്നിരിക്കാ നീ? What is this, man? നിന്നെ പോലുള്ള കുറെ ചെറ്റകൾ കാരണം ഞങ്ങൾ ന്യൂ ജനറേഷൻ മൊത്തം കഞ്ചാവണം നാട്ടുകാരാണ്. എടുത്തിട്ട് പോടാ നിന്റെ അതൊക്കെ. വല്ല വർത്താനൊന്നും പറയണ്ട. പുറത്ത് നേരെ സെമിനാറിൽ ഭിത്തിയും വെച്ച് ആരും നിങ്ങൾ ഉണ്ടാക്കണട്ടാ. കന്യാസ്ത്രീകളെയും വളച്ച് അവരെ ക്ലിപ്പ് എടുക്കുന്ന നീ ഞങ്ങൾ ഉപദേശിക്കാൻ നിൽക്കലടാ. ഫാദർ, എനിക്കൊന്ന് കുമ്പസാരിക്കണായിരുന്നു. എനിക്കിപ്പോ ഒരു മൂടില്ല. എന്തുട്ട ഇഷ്യൂ? വെറുതെ മെക്കിട്ടേറാന്ന് പറയണ്ട. നാളേക്ക് നമ്മുടെ പിള്ളേരോട് എന്തുട്ടയുടെ കാര്യം? കളർ പെൻസിൽ വെച്ചിട്ട് തന്നില്ല അവൻ. കൂട്ടായിക്കോടാ. സത്യത്തിൽ എന്തുട്ടതുണ്ടായേ? ഇവൻ വെറുതെ പോയി മെക്കിട്ടേറിയ കൗട്ടകളുടെ നടി വാങ്ങി. ഒരു ന്യായമില്ലാത്ത ഇടിയായി പോയല്ലോ. ആരെന്താന്ന് അറിയാണ്ട് ഞാനും കേറി ചാമ്പി. ഇനി ഇതെന്തൊട്ട് വള്ളി കെട്ടണം ഉണ്ടാവാ. ഇവനൊക്കെ വല്ല പാളിക്കൂടെ വെറുതെ തിരിഞ്ഞെടുക്ക. ഇപ്പൊ തരാട്ടോ നിനക്ക്. എന്തുട്ടടാ? എന്തിനാ നിന്റെ ഒരു അംഗവട്ടുകാരൻ പണി പണിട്ടാ. നമ്മുടെ വണ്ടിയല്ലേ വിളിക്കണ, നമുക്ക് ഓടിയല്ല. എന്തിനത്? എന്നാ പിന്നെ തുടങ്ങല്ലേ. റണ്ണിക്കോടാ. ഒന്ന് കേറി ഓടാ. റിവേഴ്സ് പിടിച്ചോട്ടാ. നിങ്ങൾ വിട്ടോടാ.
ഒന്നടിക്കടാ. വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ട്ടാ. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ദൈവത്തെക്കുറിച്ച് അറിയാനും ചിന്തിക്കാനും പഠിക്കാനും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ തിരുവസ്ത്രം അണിയുന്നത്. ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടാ നീ ഈ തിരുവസ്ത്രം ഒന്ന് അണിഞ്ഞു കാണാൻ. ആൾത്താരയിൽ വേദപുസ്തകം കൈപ്പിടിച്ച് നീ ദൈവസ്നേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയുന്നത് കേട്ടിട്ട് മരിച്ചാലും വേണ്ടില്ലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും നിന്റെ താല്പര്യങ്ങളല്ല എന്നറിഞ്ഞിട്ടും നീ ഏതൊക്കെ വഴിക്ക് സഞ്ചരിക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നടാ എൻ്റെ പ്രാർത്ഥനകൾ. പക്ഷെ നീ ഇന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, ഞാനൊരു പുരോഹിതനും കൂടെയാണ്. ഒരു പുരോഹിതന് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അറിഞ്ഞാൽ എനിക്കിപ്പോൾ അയാളെ തിരുത്താനോ ശാസിക്കാനോ പേടിയാണ്. സ്വന്തം മകനെ തിരുത്തിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴും. ഞാനത് കേൾക്കരുതെന്നെങ്കിലും നിനക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിൽക്കണോ വേണ്ട? കൂടണയും നേരത്ത് കൂട്ടിന് പുറത്തേക്ക് വല്ല അലമ്പുണ്ടാക്കിണ്ടാവും. ഇങ്ങോട്ട് വാ. കുറച്ചു ദിവസം ഉണ്ടാവുക. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കേറി പോടാ മക്കളെ മേലോട്ട്. ജോസ്ബേൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നീ ചെയ്തു തന്നെയാണ് അതിൻ്റെ ശരി. പക്ഷെ ഇനി ഇങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ നിന്റെ മനസ്സിൽ നമ്മുടെ മത്തായിപ്പറമ്പും നമ്മുടെ കളി മാത്രമേ ഉണ്ടാവും പാടുള്ളൂ. അനിൽജീനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ പ്ലെയറാണ്. എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആള് വിചാരിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ പറമ്പിൽ ഒരു നാഷണൽ ലെവലിൽ കളി നടത്താൻ സാധിക്കുള്ളൂ. ആളിപ്പോൾ ഫ്രീ ആയി കാണും, കണ്ടാലോ? ഇയാളൊക്കെയാണല്ലേ നിങ്ങളുടെ ടീമിലെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. മാച്ച് ആകുമ്പോഴേക്ക് റെഡിയാവും. തനിക്കൊക്കെ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ട്. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അനിൽജി, ഞാൻ ഫെഡറേഷനിലെ തന്റെ ചത്തുപോയ തന്തപ്പിടിയുടെ കൂട്ടുകാരന്മാര് കിളവന്മാര് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കളിക്കാരെയും കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പന്റെ പേരുള്ള പറമ്പിൽ തന്റെ അപ്പന് പേരുണ്ടാക്കാൻ വേണ്ടി ആ ശവപ്പറമ്പില് പ്രൊഫഷണൽ കളിക്കാരെ ഇറക്കി കളിക്കണമെന്നാണ് നീ പറയുന്നത്. അതും ഇയാളെപ്പോലുള്ള ഊച്ചാളികളുടെ കൂടെ. യു ആർ ഇൻസൾട്ടിങ് മീ മാൻ. റിയലി ഇൻസൾട്ട്. എന്ത് ഇൻസൾട്ട്? ഇത് തന്നെ പോലെ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? വെറുതെ നാട്ടിൽ കിടക്കുന്ന ശവപ്പറമ്പ് കാണിച്ച് ഇയാളെപ്പോലുള്ള കുറെ നോക്കുകുത്തികളുടെ കൂടെ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് അങ്ങ് കളിക്കാം എന്നൊക്കെ നിങ്ങൾ പറയോ? പിന്നെ ഇതുകൊണ്ട് 10 വയസ്സിന് പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രതിഫലമായിട്ട് എന്തോ തരും? തന്റെ ചത്തുപോയ അപ്പന്റെ പ്രതിമയുടെ കഷ്ണങ്ങളോ? സോറി സോറി അനിൽജി, കുഴപ്പമാക്കരുത്. ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇനി പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ അടുത്ത് തരാൻ വേറെ ഒന്നുമില്ല. പക്ഷെ അനിലെ, ഇവരെ നിങ്ങൾ തോപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ പേരിലുള്ള പറമ്പ്
അത് ഞാൻ അങ്ങോട്ട് എഴുതിത്തരാം. എനിക്കിവര് വിശ്വാസ, ഇവരാ മണ്ണി കുറിച്ചുണ്ടായതാ, ഇവര് നേടും. അതല്ല ജയിച്ചു കൊണ്ടാൻ പറ്റെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. ആ പറമ്പേ എന്റെ അപ്പന്റെ ജീവിതാ, ഞങ്ങളുടെ ജീവനാ. ജീവൻ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കളിക്കണേ. എന്ത് വിലോടെ തന്നെ ഞങ്ങൾ ജയിച്ചിരിക്കും. നീ ടെൻഷൻ അടിക്കണ്ട ജോർജ്, നമ്മൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ കൂടെ കളിക്കാൻ ഈ പീറ്റർ നല്ല കിടിലൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. നീ അറിയിക്കട്ടാ. ഇവനോടൊക്കെ സംസാരിച്ചാലേ ബാടാ ജോർജ്, ബാ പോവാം. എവിടെ ബാ പോവാം. നിന്റെ പെർഫോമൻസ് കിടിക്കുന്നുണ്ട് പീറ്ററെ. എത്ര സിമ്പിളായിട്ടാ നമ്മൾ കണ്ട് കളിച്ചു വളർന്ന മത്തായി പറമ്പ് തട്ടിയെടുക്കാൻ നിങ്ങൾ കളിക്കണ കളി ഉണ്ടല്ല, കലക്കണുണ്ട്. ജോർജ് നീ എന്തിട്ട് പറയണേ? ഞാൻ എൻ്റെ അപ്പൻ്റെ സ്ഥിര ബുദ്ധിയില്ലാത്ത പാവൻ ജോസഫ് ഏട്ടനെ പറമ്പിന് വേണ്ടിയിട്ട് തന്നെയല്ലടാ നീ കൊന്നത്. എന്നിട്ട് അവന്റെ അമ്മയുടെ പന്തയം വെക്കല്. ജോർജ് നീ വെറുതെ ഓരോന്ന് പറഞ്ഞു. ആ പാവൻ ജോസഫ് ഏട്ടൻ ചത്തപ്പോ ഇതൊന്നും ആരും അറിയില്ല നീ കരുതിയ. ജോർജിന്റെ കയ്യിൽ നിന്നെ കൊടുക്കാനുള്ള സാധനം തിരികിട്ടടാ ജോസഫ് ഏട്ടൻ പോയത്. ഇത് കണ്ട, ലോകത്ത് നിനക്ക് മാത്രമുള്ള കുപ്പായത്. രണ്ടേക്കർ പറമ്പണത്. അതായത് ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ ഒരു 10-20 കോടി രൂപയുടെ മുതലാ. പല കളിയും ഞാൻ കളിച്ചു നോക്കി. പള്ളി ചെന്ന അവകാശം പറഞ്ഞു നോക്കിയപ്പോൾ ജോർജിയൻ ടീംസ് ഒന്നും ഒരു ജാതി ഷോ. എന്നാൽ പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയി പറമ്പിനെ പറ്റി അന്വേഷിക്കാൻ കരുതിയപ്പോൾ ജോർജിനോടൊരു വാക്ക് പറയണമെന്ന്. ഏത്? എൻ്റെ അപ്പൻ്റെ പേരുള്ള പറമ്പിനെ. എന്നാ പിന്നെ നിയമപരമായി നോക്കിക്കൂടെ? എടാ അതല്ലേ പ്രശ്നം. മഹാനായ എൻ്റെ അപ്പൻ എഴുതി വെച്ചേക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഈ പറമ്പ് കബഡിക്കോ മറ്റ് കായിക പരിപാടികൾക്കോ അല്ലാതെ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല. അതിന് ഈ കബഡി ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞേ ഈ ഹോപ്പ്ലെസ് ആൾക്കാരെയൊക്കെ വെച്ച് ടൂർണമെന്റ്. എടാ ഇവന്മാരെ വെച്ചിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കും. ആ ടീമുമായിട്ട് നല്ല ഇന്റർനാഷണൽ പ്ലേയേഴ്സുമായിട്ട് നമ്മളൊരു മത്സരം അങ്ങോട്ട് വെക്കും. ടൂർണമെന്റ് ജയിക്കുന്നവർക്ക് ട്രോഫി ആയിട്ട് ഈ പറമ്പ് സമ്മാനമായിട്ട് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നമ്മളങ്ങോട്ട് എത്തിക്കും. നമ്മളിറക്കുന്നത് നല്ല ഒന്നാന്തരം പ്ലേയേഴ്സിനായിരിക്കും. അപ്പൊ ജയിക്കുന്ന ആരായിരിക്കും എന്ന് ഊഹിക്കാലോ. അപ്പൊ ജയിക്കുന്നവർക്ക് ഈ പറമ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അപ്പങ്കണാപ്പൻ എഴുതി വെച്ച ക്ലോസ് തെറ്റൊന്നുമില്ല. എങ്ങനെ മനസ്സിലായ? കൊള്ളാവല്ലോടാ വീട്ടറെ. എങ്ങനെയാടാ ഇങ്ങനൊരു സന്തതി ഉണ്ടായത്? ഈ ജോസഫ് ജീവിച്ചിരിക്കുമ്പോ ഈ പറമ്പ് നിനക്ക് കിട്ടില്ല. ഞാൻ പറഞ്ഞ എല്ലാരോടും പറയും. താൻ ഇവിടെ പ്രാന്ത താൻ പറഞ്ഞ ആര് വിശ്വസിക്കാനാ? വിശ്വസിക്കൂടാ. ജോസഫിന്റെ പ്രാന്ത് ജോർജിന് മനസ്സിലാവും. വിടില്ല നിന്നെ ഞാൻ. ജോർജ്, ജോർജ്, ജോർജ്. അയ്യോ, അയ്യോ, ജോർജ്. നിന്നെ പിടിച്ച് പോലീസിലേപ്പിക്കാൻ അറിയാനിട്ടല്ല. നിനക്കൊക്കെ വലിയ പിടിപാടല്ലേ, ഊരിപ്പോരും. പിന്നെ നമ്മടെ മെക്കെട്ട് കയറും. അതുകൊണ്ട് ആദ്യം നീ പറഞ്ഞ കളി. ഉമ്മക്ക് വേണമെങ്കിൽ കളിക്കേണ്ട നൈസായിട്ട് ഇറങ്ങിപ്പോവാ. നിന്റെ ഒരു പദ്ധതി നടക്കില്ല. പക്ഷെ നമ്മള് കളിക്കും. അത് നിന്റെ അപ്പം മത്തായുടെ പറമ്പിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മുടെ ജോസഫേട്ടൻ ഓർക്കണ മണ്ണാണത്. അതിനു വേണ്ടി നമ്മൾ കളിക്കും. നീ നേരത്തെ പറഞ്ഞല്ലോ ഇവൻ ജയിച്ച പറമ്പെഴുതി കൊടുക്കാന്ന്. നീ ആ കളി തിരിച്ചാ വെച്ചോ. ആ വെല്ലുവിളി ഈ ജോർജ് ഏറ്റെടുക്കുക. നീ മത്തായിക്ക് തന്നെ ഉണ്ടായതാണെങ്കിൽ ആ കണ്ടീഷനിൽ നമുക്കൊരു കളിയാ കളിക്കും. ഞാൻ പറഞ്ഞ തന്നെ. ഇനിയിപ്പോ ഇതൊരു വാശിയായ സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാൻ ഞാൻ കൊണ്ടൊന്നും പിള്ളേരുണ്ടാവില്ല. വേണ്ട, നീ നേരത്തെ നാവാടിയില്ലേ, അതുപോലെ ആ മണ്ണിൽ കുറിത്ത് നമ്മളെ തോപ്പിച്ചിട്ട് നിനക്ക് ആ പറമ്പ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ. ജയിക്കണത് ഞങ്ങളാണെങ്കിൽ പിന്നെ മത്തായി പറമ്പിന്റെ കണ്ണോട്ടത്ത് നിന്നെ കണ്ട പീറ്ററെ നിന്റെ നെഞ്ചത്ത് കബഡി കളിക്കും ജോർജ്.
നിങ്ങളെ കൊണ്ടാകുമോ എന്നൊരു സംശയം ജോർജിനുണ്ടോ? എല്ലാവരും ഉപേക്ഷിച്ച ജോസഫ് ഏട്ടനെ നിങ്ങൾ മത്തായിപ്പറമ്പ് കൊണ്ട് അടക്കിയപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത് നാട്ടിൽ പോയാലും ഇങ്ങനെ കാണും കുറച്ചു പേർ, പ്രത്യേകിച്ചൊരു പണിയില്ലാത്തവർ. പക്ഷെ നാടിന് പൊതുവായൊരു ആവശ്യം വന്നാൽ ഈ പറഞ്ഞവരൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു പണിയില്ലാത്തവന് ഒരു വിലയില്ല എന്ന് വിശ്വസിക്കരുത്. പിന്നെ ജോർജ് എനിക്കുണ്ടോ എന്ന് അന്വേഷിക്കുന്ന മൂന്നാമത്തെ കാര്യം, അതെനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. വാശി. അതാരേക്കാൾ കൂടുതൽ ജോർജിനുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ജയിക്കണം. ജോർജിനെ കൊണ്ട് അത് പറ്റും. ഇത് മത്തായി പറമ്പ്, തൃശൂർ ജില്ലയിലെ എടത്തിരിഞ്ഞി പഞ്ചായത്തിന്റെ സ്വന്തം പറമ്പ്. ഇവിടുത്തെ കുട്ടികളുടെ കളിക്കളം, മുതിർന്നവരുടെ പാർക്ക്, അങ്ങനെ എല്ലാമാണ് ഈ പറമ്പ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ എത്രയോ പറമ്പുകളുണ്ട്. ആരുടെയുമല്ലാത്ത എന്നാൽ എല്ലാവരുടേതുമായ നാടിന് സ്വന്തമായ ഒരു പറമ്പ്. തൃശൂരിലെ തേക്കുംകാട്, കോഴിക്കോട് മാനാഞ്ചിറ, കൊച്ചിയിലെ ദർബാർ ഹാൾ, തിരുവനന്തപുരത്തെ പുത്തിരിക്കണ്ട മൈതാനം, അങ്ങനെ എത്രയോ പറമ്പുകൾ. ഒരു സുപ്രഭാതത്തിൽ ഇതിനൊക്കെ അവകാശം പറഞ്ഞ ആരെങ്കിലും വന്നാൽ, മാനാഞ്ചില്ലാത്ത കോഴിക്കോട് വെറും കോഴിക്കോടാവും ചെങ്ങായി. ഇത് പണ്ട് കൊച്ചി ഭരിച്ചിരുന്നതോ മച്ചാന്റെ പ്രൈവറ്റ് ഗാർഡനാണ് കേട്ടേക്കണത്. ഇതും കൂടിയിലെ കൊച്ചിക്കാര് പിന്നെ എവിടെ പോയി നടക്കാനാണ്? സച്ചിനും കോഹ്ലിയും കൊണ്ടാടേണ്ട ഗ്രൗണ്ടാണ്. വല്ലവന്മാരും വന്ന് ന്യായം പറയാനുള്ള തല തേമ്പുകളെ കേട്ടാ. അങ്ങനെ ഒരു പ്രശ്നം നേരിടുകയാണ് നമ്മൾ ഈ മത്തായി പറമ്പ്. വർഷങ്ങൾക്ക് മുമ്പ് കബഡി കളിക്ക് വേണ്ടി ഏഷ്യാഡ് താരം PV മത്തായി നാടിന് കൊടുത്ത ഈ മൈതാനം കബഡി കളിച്ച് തന്നെ അവകാശ തർക്കം തീർക്കാൻ പോവുകയാണ് മത്തായി പറമ്പിലെ ഏതാനും കൂട്ടുകാർ. സൈമം പൊരിച്ചിട്ടാ. അതെ, ഇപ്പൊ 2 ലക്ഷം ലൈക്കും 3000 ഷെയർ ഒക്കെ കഴിഞ്ഞിട്ടാ. എന്തുട്ട് ലൈക്കും ഷെയറും? എടാ വാവേ, ഈ ലൈക്കും ഷെയറും ചെയ്തോമാര് വിചാരിച്ചാൽ നമ്മുടെ കൂടെ ടീമിൽ ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ല. ആ പീറ്റർ ഉണ്ടോന്നൊരു കൂടി പോയതോടെ നമ്മൾ 4 പേര് മാത്രമായി. ഇതിപ്പോ നമ്മുടെ ആവശ്യം പോലെയായി. നമ്മുടെ ആവശ്യം തന്നെടാ. നമ്മളിപ്പോ ജീവിക്കണതേ തറേനേക്കാളും താഴ്ന്ന അവസ്ഥയിലാ. വീട്ടിലും വിലയില്ല, നാട്ടിലും വിലയില്ല. നാട്ടിലുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഒരു ജോസഫ് ഏട്ടൻ പോയപ്പോ വേറെ 4 നമ്മള് 4 പേരെങ്കിൽ 4 പേര് ഇറങ്ങി കളിക്കൂടാ. നമുക്ക് എന്തുട്ടാണ് നഷ്ടപ്പെടാനുള്ളത്? ഒറ്റ കാര്യമുള്ളൂ വള. നമ്മള് കളിക്കുമ്പോ കളി ജയിച്ചാലും തോറ്റാലും കളി കാണുന്ന ഒറ്റൊരുത്തനും മറക്കരുത്. നമ്മൾ ഈ മത്തായി പറമ്പിന് വേണ്ടി കളിച്ച ദിവസം ഇവനെന്താണോ അപ്പൻ്റെ കൂടെ? വാടാ, എന്തുട്ട് കുരിശാണാവോ? നിന്നെ നേരിട്ട് വന്ന് കാണാൻ ഇവർക്കൊരു മടി. പറയടോ ജോർജെ, സൈമണായിട്ട് നമുക്ക് പല വിഷയം ഉണ്ടാവും രാഷ്ട്രീയമായിട്ട്, അത് വേറെ. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യണത് ഒരു നല്ല കാര്യമാണ്. ഈ മത്തായി പറമ്പിൽ കളിച്ചു വളർന്നവൻ തന്നെയാണ് ഞാനും. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇത് ഭാസ്കരേട്ടൻ എൻ്റെ ഒരു ബന്ധുവാണ്. ഏഷ്യാഡിൽ ഇന്ത്യയെ പരിശീലിപ്പിച്ച പുലിയാ. ഇപ്പൊ നടക്കുന്ന കബഡി ലീഗില്ലേ, അതില് യു മുംബൈ ടീമിന്റെ കോച്ചാണ്. ഞാൻ കബഡി കളിച്ചു തുടങ്ങിയത് എന്റെ വീടിന്റെ അടുത്തുള്ള HMയുടെ പാടത്താ. ഇന്ന് അവിടേക്ക് നികത്തി വലിയ വലിയ ഫ്ലാറ്റുകളായി. ഈ ഉള്ള കളിസ്ഥലം നിലനിർത്താനാണല്ലോ നിങ്ങളുടെ ഈ ഫൈറ്റ്. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. ഞാനുണ്ടാവും കൂടെ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള 1-2 പേര് കളിച്ചാൽ മതി. ബാക്കി നല്ല ഒറിജിനൽ പ്ലേയേഴ്സിനെ ഞാൻ ഇറക്കാം. അത് വേണ്ട മാഷേ, ഇത് ഈ മത്തായി പറമ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടാ. അപ്പൊ ഈ മണ്ണിൽ ചവിട്ടി വളർന്ന പിള്ളേര് മതി ഇവിടെ കളിക്കാൻ. അതിന് നമ്മളെന്ന് സഹായിച്ചാ മതി. ഓക്കെ അപ്പച്ച, ഇന്നേ വരെ ഈ ജോർജ് എടുത്ത തീരുമാനം ശരിയായിട്ടില്ല. ഇതെങ്കിലും ഒന്ന് ശരിയാവാൻ വേണ്ടി അപ്പച്ച മുട്ടിപ്പാട്ടെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജോർജ്, ഈ ഒരൊറ്റ തീരുമാനം മതിയിടാ. നീ ഇന്നലെ വരെ ചെയ്ത തെറ്റുകളൊക്കെ ശരിയാവാൻ. ഇവരന്വേഷിച്ചു വന്നത് മാർത്തമ പള്ളിയിലെ മാത്യൂസ് അച്ഛനെയല്ല, ജോർജ് വടക്കന്റെ അപ്പനെയാ. നിന്റെ കൂടെ ഞാനുണ്ട്. ഈ നാട് മുഴുവനുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ പൊരിച്ചോടാ മക്കളെ.